ഇതുണ്ടാക്കുന്ന ഒരു അപകടം ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു സിനിമ പിൻവലിക്കുന്നതിന് ന്യായമായി ഇങ്ങനൊരു കാര്യം കൃത്രിമമായി ചമച്ച് പറയുക, അതിൻ്റെ പേരിൽ വലിയ എന്തെല്ലാം തരത്തിലുള്ള തർക്കങ്ങളായിരിക്കും നടക്കുക, അതിൻ്റെ പേരിൽ എന്തെല്ലാം തരത്തിലുള്ള തർക്കങ്ങളാണ് നടക്കുക. അപ്പോൾ ശരിക്കും ഒരു നിയമനിർമ്മാണം ഇസ്ലാമോഫോബിക്കെതിരെ നടത്തേണ്ട കാലം അതിക്രമിക്കുകയാണ്, പ്രത്യേകിച്ച് കേരളത്തിലെങ്കിലും. ഇതിൻ്റെ സംവിധായകനും നിർമ്മാതാവും അതിലെ നായിക നടിയും കൂടിയിട്ടാണ് കൊച്ചിയിൽ വാർത്താ സമ്മേളനത്തിൽ വന്നിരുന്നത് ഇങ്ങനെ ഭീഷണിയുണ്ട്, അതുകൊണ്ട് കൂടുതൽ പ്രശ്നമില്ലാതെ ഞങ്ങൾ ഇത് തിയേറ്ററിൽ നിന്ന് വലിക്കുകയാണ്, പിന്നെ എപ്പോഴെങ്കിലും ലോഞ്ച് ചെയ്യാം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഏത് തരം ഭീഷണിയാണ് എന്ന് ഈ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്. അത് മതവികാരം വ്രണപ്പെടുത്തി എന്നുള്ളതാണ് ഭീഷണി. അപ്പോൾ എവിടെ നിന്നാണ് അങ്ങനെ ഭീഷണി ചോദിക്കുന്നത്, നിരന്തരം ആവർത്തിച്ച് ചോദിക്കേണ്ട മാധ്യമപ്രവർത്തകർ എവിടെ നിന്നാണ് ഭീഷണി വന്നതെന്ന് ചോദിക്കുമ്പോൾ അവർ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാണ്, അതിനെപ്പറ്റി വ്യക്തമായ മറുപടി പറയുന്നില്ല. അപ്പോൾ ആ വാർത്താ സമ്മേളനം കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിൽ എന്തോ ഒരു പന്തികളുണ്ടല്ലോ. കാരണം ഇങ്ങനൊരു സിനിമ ഇറങ്ങിയ കാര്യം പോലും ആരും അറിഞ്ഞിട്ടില്ല. ഇതിൻ്റെ ഒരു ട്രെയിലറോ മറ്റോ ഞാൻ ഇത് കണ്ടിട്ടുണ്ടെന്നല്ലാതെ ഇങ്ങനൊരു സിനിമ ഇറങ്ങി ഇതിനെപ്പറ്റി റിവ്യൂ പോലും ഇല്ല, അധികം റിവ്യൂ ഉണ്ടായിട്ടില്ല. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം 2 പ്രധാനപ്പെട്ട ചിത്രങ്ങൾ തമ്മിൽ ക്ലാഷ് റിലീസ് നടന്ന ഒരു സമയത്താണ് ഇത് ഇറങ്ങുന്നത്. ഒന്ന് ഹലോ മമ്മിയും അതുപോലെ എന്താണ് ഈ സൂക്ഷ്മദർശിനി. അത് തിയേറ്ററിൽ വലിയ തിരക്കൊക്കെ ഉണ്ടാക്കുന്ന 2 സിനിമകളാണ്. അതിൻ്റെ ഒപ്പം ഇറങ്ങിയ ഒരു സിനിമ ആയതുകൊണ്ട് ഇതാരും ശ്രദ്ധിച്ചിട്ടേ ഇല്ല. ഈവൻ സിനിമകൾ റിവ്യൂ എന്നവർ പോലും ഇതിനെക്കുറിച്ച് ഇത് കാണുകയോ ഇതിനെക്കുറിച്ച് റിവ്യൂ എഴുതുകയോ ഒരു പോസ്റ്റ് പോലും ഞാൻ അത്യാവശ്യം സോഷ്യൽ മീഡിയയിൽ നോക്കുന്ന ആൾ പോലും ഒരു പോസ്റ്റ് പോലും ഈ സിനിമയെക്കുറിച്ച് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ശരി. അപ്പോൾ സ്വാഭാവികമായി അങ്ങനെ ഒരു നല്ല സിനിമയാണെങ്കിൽ, ഇപ്പോൾ ആ റിവ്യൂ പറയുന്ന പോലെ ഇതൊരു നല്ല സിനിമയാണെങ്കിൽ സ്വാഭാവികമായിട്ട് അതിന് നിർമ്മാതാവിനും സംവിധാനം തോന്നും പക്ഷേ ഈ ക്ലാഷിൽ ഇറക്കണ്ടായിരുന്നു, നമുക്ക് വേറെ ദിവസം ലോഞ്ച് ചെയ്യാൻ മതിയായിരുന്നു തോന്നുകയും അത് പിൻവലിച്ച് പിന്നെ റിലീസ് ചെയ്യാമെന്ന് അവർ ചിന്തിച്ചിട്ടുണ്ടാവും. പക്ഷേ അത് പിൻവലിക്കാൻ ചൂണ്ടിക്കാണിക്കുന്ന കാരണം ഇത് മതവികാരം വ്രണപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ വലിയ പ്രൊട്ടസ്റ്റ് ഉണ്ടായി എന്ന് പറയുകയാണ്. അങ്ങനെ ഒരു പ്രൊട്ടസ്റ്റ് ഈ പടാരെല്ലാം കണ്ടിട്ടുണ്ട് പ്രൊട്ടസ്റ്റ് ചെയ്യാൻ. അങ്ങനെ ഏതെങ്കിലും ഒരു പ്രൊട്ടസ്റ്റ് ഏതെങ്കിലും സംഘടനകളോ വ്യക്തികളോ ഇനി കടലാസ് സംഘടനകൾ പോലുമോ ആരും നടത്തിയിട്ട് എവിടെയും ഒരു തെളിവില്ല, ആർക്കും അങ്ങനെ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാൻ പോലും കഴിയില്ല. അതേസമയം തന്നെ ഈ സിനിമ പിൻവലിക്കുകയാണ്, തിയേറ്ററിൽ നിന്ന് പിൻവലിക്കുകയാണ് എന്ന വാർത്ത വന്ന സമയത്ത് വ്യത്യസ്ത മാധ്യമങ്ങളുടെ കമൻറ്റ് ബോക്സിൽ പോയി അറിയാം ഈ ഭീഷണി വന്നത് എവിടെ നിന്നാണെന്ന് നമുക്കറിയാമല്ലോ. സമാധാന മതക്കാരുടെ ഭീഷണിയാൽ ഇതാ മറ്റൊരു ചിത്രം കൂടി പിൻവലിക്കുന്നു, അങ്ങനത്തുള്ള ഹെയ്റ്റ് കമൻസ് ഇങ്ങനെ ധാരാളമായി കാണാം. ഇത് പിൻവലിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്ത വന്നതിന് ശേഷം നമ്മൾ പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നേരത്തെ ഔസായി പറഞ്ഞ പോലെ ലിബറലിസ്റ്റുകളുടെ ഭാഗത്തുനിന്ന് പോലും എന്തിനാണ് ഇത്തരം ഭീഷണികൾക്ക് വഴങ്ങുന്നത്. ഞാൻ ഇന്ന് കണ്ടൊരു പോസ്റ്റ്, ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ്, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മതമൗലികവാദികളുടെ വോട്ട് നേടിയതിന് ശേഷമാണ് ഇത്തരം ക്ലെയിമുകൾ വരാൻ പ്രവണതകൾ ശക്തിപ്പെടാൻ തുടങ്ങിയതല്ലേ. ഒന്ന് ആലോചിച്ച ആളുകളൊക്കെ എവിടെ ഇതൊന്നും പറയുന്നതിന് എന്തെങ്കിലും തെളിവോ എന്തെങ്കിലും ഫാക്റ്റോ ഒന്നുമില്ലാതെ തന്നെ ഇതൊക്കെ ആരോപിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് വീട്ടി ബൽറാം പറഞ്ഞതുപോലെ അത്രമാത്രം വിപണി മൂല്യമുള്ള ഒന്നായി ഇസ്ലാമോഫോബിയ മാറുകയാണ്. ഒരുപക്ഷെ ഇന്ത്യയിൽ മറ്റേത് സംസ്ഥാനത്ത് ഇത്രയും വിപണി മൂല്യം ഉണ്ടാവില്ല, ആർക്കും എടുത്ത് വീശാൻ കഴിയുന്ന ഒരു ചീട്ടായിട്ട് ഇത് മാറിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കേരളത്തിൽ ഇതിന് നല്ല മാർക്കറ്റ് ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ, അതേസമയം ഇതേ ഇസ്ലാമോഫോബിയുടെ ഇരകളാകുന്ന ബൈ ഡിഫോൾട്ട് ഇരകളാകുന്ന 2 പേരാണ് അതിൻ്റെ നിർമ്മാതാവും സംവിധാനം എന്ന് ആലോചിക്കുക. ഇത് യഥാർത്ഥത്തിൽ മറ്റാരെങ്കിലും ചെയ്യുന്നതിനേക്കാൾ വലിയ ക്രൈമാണ് അവരത് ചെയ്യുന്നതെന്ന് കാണണം. ക്രൈം എന്ന് തന്നെ പറയണം. അതിലൊരു ഗൂഢാലോചന ഉണ്ടല്ലോ, അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നതിന് പിന്നിൽ ഒരു ക്രിമിനൽ ഗൂഢാലോചന ഉണ്ടല്ലോ, അതൊരു ക്രൈമായിട്ട് തന്നെ കാണണം. ഇതിലെ മറ്റൊരു പ്രശ്നം ചൂണ്ടിക്കാട്ടാണത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടല്ലെങ്കിലും ഈ നമ്മളിപ്പം ആൻറ്റിസെമിറ്റിസം നിയമം മൂലം നിരോധിച്ചിട്ടുള്ള രാജ്യങ്ങളുണ്ട് ലോകത്ത് പലയിടത്തും. അതായത് ആൻറ്റിസെമിറ്റിക്കായിട്ടുള്ള പ്രസ്താവന നടത്തുക, അത്തരം എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറ്റകരമാണ്. ഇസ്ലാമോഫോബിയ അതേസമയം കുറ്റകരമാക്കിയുള്ള രാജ്യങ്ങളില്ല, വളരെ കുറവായിരിക്കും. അങ്ങനെ വേറെ ഏതെങ്കിലും ആ പേരിലല്ലെങ്കിലും വേറെ ഏതെങ്കിലും ചെയ്തിട്ടുള്ളവരുണ്ടാവും. ഇത് കുറ്റകരമാക്കേണ്ട ഒരു നിയമനിർമ്മാണത്തിലേക്ക് പോകേണ്ട ഒരു അവസ്ഥയിലേക്കാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. ഇതുണ്ടാക്കുന്ന ഒരു അപകടം ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു സിനിമ പിൻവലിക്കുന്നതിന് ന്യായമായി ഇങ്ങനൊരു കാര്യം കൃത്രിമമായി ചമച്ച് പറയുക, അതിൻ്റെ പേരിൽ വലിയ എന്തെല്ലാം തരത്തിലുള്ള തർക്കങ്ങളായിരിക്കും നടക്കുക, അതിൻ്റെ പേരിൽ എന്തെല്ലാം തരത്തിലുള്ള തർക്കങ്ങളാണ് നടക്കുക. അപ്പോൾ ശരിക്കും ഒരു നിയമനിർമ്മാണം ഇസ്ലാമോഫോബിക്കെതിരെ നടത്തേണ്ട കാലം അതിക്രമിക്കുകയാണ്, പ്രത്യേകിച്ച് കേരളത്തിലെങ്കിലും.